സ്വിമ്മിംഗ് പൂളിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം വിശന്നു തുടങ്ങി. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. സോ മീൻ വയൽ ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പം തന്നെ 10 ഡിഗ്രി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് കയറി ബിരിയാണി ഒക്കെ വാങ്ങി. ഞങ്ങൾ 3 പേര് ബിരിയാണി, ഒരാൾ ഞാനുമാണ് വാങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ 2 പീസ് ചിക്കൻ കിട്ടില്ലേ. ഇവിടെ ഒറ്റ പീസ് ചിക്കനേ ഉള്ളൂ. റേറ്റ് 300-ൻ്റെ അടുത്തുണ്ട്. എനിക്കതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. കൊടൈക്കനാൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ലേക്ക് ഉണ്ട്. അവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിന് എടുക്കാം. പെർ ഹെഡ് 100 വെച്ചിട്ടാണ് എമൗണ്ട് വരുന്നത്. സോ ഈവനിങ് നമ്മളങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്തു. ഒരു 45-50 മിനിറ്റാണ് ടൈം തരിക. അതിനിടയിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. നല്ല ടെമ്പറേച്ചർ, ഒരു 7 ഡിഗ്രി ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കയ്യിൽ ഗ്ലൗ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മളിങ്ങനെ സൈക്കിളിൽ പോകാൻ അവർ പെർമിഷൻ തരുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊക്കെ ഏകദേശം ഒരു 1 അവറിൻ്റെ അടുത്ത് എടുത്തു കേട്ടോ സൈക്കിൾ റൈഡ്. എന്നിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഇരുട്ടായി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അവസാനം ഒരു ചായ കുടിച്ചു. അങ്ങനെ ഹോട്ടലിലോട്ട് തിരിച്ചു പോയി. ഇപ്പോഴത്തേക്കും സമയം ഏകദേശം 9 മണിക്കായി. ഇവിടെ നല്ല കാറ്റാണ്. ഒരു മലയുടെ മുകളിലാണ് ഈ റിസോർട്ടുള്ളത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു.